ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ഹരി ഗോവിന്ദനേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിലെ കഥാസാരം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത് പൂജാവിധികൾ എപ്രകാരമെന്നായിരുന്നു അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് ആവൃഹഗോത്രൻ മറുപടിയേകി, മനഃശുദ്ധി കൈവരിച്ച് ആസനമിട്ടിരുന്ന് അഷ്ടാംഗയോഗത്താൽ ശരീരശുദ്ധി വരുത്തി അംഗന്യാസങ്ങൾ ചെയ്ത് പവിത്രം ധരിച്ച് പീഠം, വിഗ്രഹം എന്നിവ സങ്കല്പിച്ച് അർഘ്യപാദ്യാദികൾ സമർപ്പിച്ച് ഉപചാരങ്ങൾ അലങ്കരിച്ച് മനസ്സിൽ മൂലമന്ത്രം ജപിച്ച് സ്നാനം, വസ്ത്രം, ആഭരണാദികൾ, നീര്, ഗന്ധം എന്നിവ സമർപ്പിക്കണം. പാർഷദന്മാരോടൊപ്പമുള്ള ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ച് കീർത്തനങ്ങൾ ചൊല്ലി സേവിച്ച് ഉദ്വസിപ്പിക്കണം. മനസ്സിലും പൂജിക്കാവുന്നതാണ്. ജലത്തിലോ അഗ്നിയിലോ ഭഗവാനെ സങ്കല്പിച്ച് നിത്യേന ആരാധിക്കുന്നവർ മോക്ഷപദം പ്രാപിക്കും. പരമാത്മാവിന്റെ അവതാരങ്ങളെക്കുറിച്ച് രാജാവ് ചോദിച്ചു. ദ്രമിഡൻ എന്ന യോഗി അതിന് ഉത്തരമേകി, ധരയിൽ എത്രയേറെ മണൽത്തരികളുണ്ടോ അതുപോലെയാണ് ഭഗവാന്റെ അവതാരങ്ങളുടെ എണ്ണമെന്ന് പറയാം. സമ്പൂർണമായ ബ്രഹ്മത്തിൽ നിന്നും പഞ്ചഭൂതങ്ങൾ ആവിർഭവിച്ചു. പഞ്ചഭൂതങ്ങളിൽ നിന്നും വിരാട് പുരുഷനുണ്ടായി. തുടർന്ന് ത്രിമൂർത്തികൾ ഉത്ഭവിച്ചു. ഭഗവാൻ നാരായണൻ സാത്വിക ഗുണാശ്രിതനായി സ്ഥിതി പരിപാലകനായും നിലകൊണ്ടു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മം രജോ ഗുണമുക്തനായ ബ്രഹ്മദേവൻ ഏറ്റെടുത്തു. സംഹാരകർമ്മം തമോ ഗുണ സംഭാവനായ സാക്ഷാൽ രുദ്രൻ ചെയ്തു പോരുന്നു. ദക്ഷപുത്രിയിൽ മഹാവിഷ്ണു നരനാരായണന്മാരായി ആവിർഭവിച്ചു. ഭഗവാന്റെ അവതാരങ്ങൾ എണ്ണമറ്റവയാണ്. അവയെ വിവരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹംസം, ഋഷഭൻ, സ്വയംഭുവൻ, നാരദൻ, വാമനൻ, ഉർവശി, വരാഹം, കൽപ്പവൃക്ഷം, ഗരുഡൻ, ഇന്ദ്രൻ, കൽക്കി, ബുദ്ധൻ, ശ്രീരാമൻ, കൃഷ്ണൻ, മോഹിനി, നരസിംഹം, കൂർമ്മം, മത്സ്യം, സൂര്യൻ, ചന്ദ്രൻ, അപ്സരധരണികൾ, ദത്താത്രേയൻ എന്നിങ്ങനെ എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാകുന്നു. രാജാവ് ചോദിച്ചു, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കാത്തവന് എന്ത് ഗതിയാണുണ്ടാവുക? അതിന് ചമസൻ മറുപടിയേകി, ഭഗവാനെ ആശ്രയിക്കാത്ത കൃതജ്ഞന്മാർ ഭ്രഷ്ടരായി മാറും. എന്നാൽ ഭഗവാന്റെ ചരിതം കേട്ടറിയുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത അജ്ഞാനികൾ ദയാർഹിക്കുന്നവരാണ്. ശ്രേഷ്ഠമായ ജന്മം ലഭിച്ച് വേദം പഠിച്ചവൻ ഒരു പക്ഷേ അർത്ഥവാദത്തിൽ ആകൃഷ്ടനായി ഭഗവത് ചിന്തയിൽ നിന്നും അകന്നു പോകാറുണ്ട്. ഇവർ ഒരിക്കലും സജ്ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കില്ല. അന്ധകാരത്തിലാണ്ട ഇവരെ രാജസത്തിലൂടെ മാത്രമേ സാത്വികതയിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനു വേണ്ടി നിലകൊള്ളുന്നതാണ് അർത്ഥവാദ വാക്യങ്ങൾ. തത്വമെന്തെന്നറിയാതെ ഫലം ആഗ്രഹിച്ചുള്ള കർമ്മങ്ങളും സജ്ജന ദ്രോഹവും ചെയ്തവർ അധപ്പതിക്കുന്നു. ഭഗവാന്റെ പൂജാവിധിക്ക് കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടോ എന്നായിരുന്നു രാജാവിന്റെ അടുത്ത ചോദ്യം. കരഫാദൻ എന്ന മഹർഷി അതിന് ഉത്തരമേകി, യുഗങ്ങൾ മാറും തോറും ആരാധനാ രീതിക്ക് മാറ്റം സംഭവിക്കുന്നു. കൃതയുഗത്തിൽ ഭഗവാനെ ബ്രഹ്മചാരി രൂപത്തിലാണ് ഭക്തന്മാർ പൂജിച്ചു വരുന്നത്. ധ്യാനത്തിനാണ് ഈ യുഗത്തിൽ പ്രാധാന്യം നൽകുന്നത്. ശുക്ലവർണനായ ഭഗവാനെയാണ് ഭക്തർ പൂജിക്കുന്നത്. ത്രേതായുഗത്തിൽ ഭഗവാനെ വേദാപ്ത വിധികൾ അനുസരിച്ച്
യാഗങ്ങൾ അനുഷ്ഠിച്ച് ആരാധിക്കുന്നു. രക്തവർണനായ യജ്ഞമൂർത്തിയായാണ് ഭഗവാനെ ഭക്തരെ ആരാധിക്കുന്നത്. ദ്വാപരയുഗത്തിൽ വൈദികവും താന്ത്രികവുമായ വിധികൾ അനുസരിച്ച് ഭഗവാനെ പൂജിക്കാറുണ്ട്. ശ്യാമവർണനായ ഭഗവാനെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കലിയുഗത്തിൽ നാമകീർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഇന്ദ്രനീല സമപ്രഭനായ ഭഗവാനെ രാമകൃഷ്ണാദി നാമരൂപങ്ങളിൽ ഭജന കീർത്തനങ്ങളാലും മറ്റും ആരാധിച്ചു പോരുന്നു. നവയോഗികൾ നൽകിയ ഉത്തരങ്ങൾ രാജാവിനെ അതീവ സംതൃപ്തനാക്കി മാറ്റി. ജനകരാജൻ അവരെ യഥാവിധി പൂജിച്ചു. അനിരക ആശിസ്സുകൾ നൽകി അവിടെ നിന്നും അപ്രത്യക്ഷരായി. നാരദൻ പറഞ്ഞു, ലോക മര്യാദയ്ക്കനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയെ സ്വന്തം പുത്രനായി ലഭിച്ച അവിടുന്ന് മഹാഭാഗ്യവാനാണ്. ദേവശ്രീ നാരദന്റെ വാക്കുകൾ സന്തോഷപൂർവ്വം ശ്രവിച്ച് ദേവകിയും വസുദേവരും ജീവൻ മുക്തരായി മാറി. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ ദ്വാരകയിൽ എത്തുകയും അസുലഭ പുഷ്പങ്ങൾ ഭഗവാൻ അർപ്പിച്ച് അദ്ദേഹത്തെ സ്തുതിക്കുകയും ചെയ്തു. ജഗന്നാഥനായ അവിടുത്തെ പാദപത്മങ്ങളെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അങ്ങയുടെ ദീപലീലകൾ ഏതൊക്കെയൊന്ന് കേട്ടാൽ പോലും ഹൃദയം പരിശുദ്ധമാകുന്നു. അവിടുത്തെ പാദപങ്കജം തെറ്റായ ചിന്തകളെ ദൂരീകരിക്കുന്നു. വിവേകികളായ മനുഷ്യർ പരമാനന്ദലബ്ധിക്കായി അവിടുത്തെ പാദപത്മങ്ങളെ പൂജിക്കുന്നു. അങ്ങയുടെ ചരണപങ്കജങ്ങളും ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അവിടുത്തെ അവതാരകൃത്യങ്ങൾ പൂർണ്ണമായിരിക്കുന്നു. ഇനി അങ്ങേക്ക് സ്വധാമത്തിലേക്ക് മടങ്ങാം. ദേവകളുടെ സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് തിരികെ അയച്ചു. പ്രകൃതിയിൽ ദർശിച്ച ദുർനിമിത്തങ്ങൾ കണ്ട് അസ്വസ്ഥയിത്തരായ ബലരാമനെയും യാദവ ശ്രേഷ്ഠന്മാരെയും ഭഗവാൻ വിളിക്കുകയും അവരേവരോടുമായി അപശവനങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. ഭഗവാൻ പറഞ്ഞു, വിപ്രശാപത്താൽ സന്നിഹിതമായ ആപത്തുകളുടെ സൂചനയാണ് ഈ ദുർനിമിത്തങ്ങൾ. ദോഷപരിഹാരാർത്ഥം നാം ഏവരും പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്യണം. ദുഷ്ടശാപത്താൽ പണ്ട് രോഗഗ്രസ്തനായ ചന്ദ്രൻ ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ശാപമുക്തി നേടിയിട്ടുണ്ട്. നാം യഥാവിധി തീർത്ഥസ്നാനം ചെയ്ത് വിപ്രന്മാർക്ക് ദാനം നൽകി പിതൃതർപ്പണം, ദേവപൂജ എന്നിങ്ങനെ സൽഭക്തികൾ ചെയ്ത് പ്രായച്ചിത്തം ഭരിക്കണം. ഭഗവാന്റെ ആജ്ഞാനുസരണം യാദവന്മാരെയും പ്രഭാതീർത്ഥത്തിലേക്ക് നീങ്ങി. ഭഗവാന്റെ ആജ്ഞാനുസരണം യാദവന്മാരേവരും പ്രഭാതീർത്ഥത്തിലേക്ക് നീങ്ങി. അടുത്ത ഭാഗം ഉദ്ധവനും ഭഗവാനുമായുള്ള സംഭാഷണമാണ്. തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിലെ കഥാസാരം തുടരും നാളെ. നമസ്തേ.